പ്രചരണത്തിന്റെ പിന്നിൽ കുടുങ്ങിയ വിദ്യാർത്ഥികളുടെ മുമ്പിൽ ഒരു ടീച്ചർക്ക് ക്ലാസ് എടുക്കാൻ ഇന്ന് ധൈര്യമില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥയാണ് എന്ന ബോധത്തോടെ ക്ലാസ്സിലിരിക്കുന്ന ഒരു കാലഘട്ടം വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു. ചോക്കെടുക്കാൻ ടീച്ചർ ഒന്ന് കുനിഞ്ഞാൽ ടീച്ചറുടെ തുടിച്ചു നിൽക്കുന്ന മാറിടം തന്റെ മൊബൈലിൽ പകർത്തിയിട്ട് യൂട്യൂബിൽ കയറ്റിയിട്ട് ലോകമെമ്പാടും തന്റെ പ്രിയപ്പെട്ട ഗുരുനാഥയുടെ ശരീരത്തിന്റെ ഏറ്റവും വലിയ മാംസളഭാഗം കാണിക്കാൻ മാത്രം വൃത്തികെട്ടവന്മാരാണ് ഇന്നത്തെ വിദ്യാർത്ഥി സമൂഹമെങ്കിൽ ഇതുപോലെയുള്ള എക്സിബിഷനുകളിലൂടെ മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കലാലയങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അതിൽ നിന്ന് തടഞ്ഞുകൊണ്ട് മോക്ഷത്തിന്റെ പാത അവർക്ക് കാണിച്ചു കൊടുക്കുവാൻ വേണ്ടിയാണ്. മനസ്സിലാക്കണം, യുവസമൂഹത്തിനിടയിൽ ഈ അരാജകത്വം പടരുകയാണ്. മൊബൈലുകളിലൂടെ, ഇന്റർനെറ്റിലൂടെ, നമ്മുടെ വീടുകളിലുള്ള ടിവിയിലൂടെ, അതുപോലെ തന്നെ ഇതിന് ഏറ്റവും വലിയ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒട്ടേറെ കേന്ദ്രങ്ങളിലൂടെ ആ യുവസമൂഹത്തെ അതിൽ നിന്ന് കൈപിടിച്ച് യഥാർത്ഥത്തിലുള്ള വിശ്വാസാചാര ആദർശങ്ങളിലേക്ക് കൊണ്ടുവരാനാണ് യുവ സംഘടനയായ ഇത്തിഹാദ് ശുബ്ബാനുൽ മുജാഹിദീൻ ISM പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്കിടയിൽ വീടിന്റെ അകത്തളങ്ങളിൽ പ്രസരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ ലൈംഗികമായ അരാജകത്വം സീരിയലുകളിലൂടെ, സിനിമകളിലൂടെ വീടിന്റെ അകത്തളത്തിലേക്ക് വരുന്ന ഈ ഒളിച്ചോട്ടങ്ങൾക്കുള്ള പ്രേരണകളിൽ നിന്ന്, കാമപ്പേക്കൂത്തുകൾക്കുള്ള പ്രേരണകളിൽ നിന്ന്, ഭർത്താവിനെ കിടത്തിയുറക്കിയിട്ട് മയക്കുമരുന്ന് കൊടുത്ത് കിടത്തിയുറക്കിയിട്ട് അന്യന്റെ കൂടെ കിടന്നുറങ്ങുന്ന കുടുംബിനിമാരുള്ള ആ കുടുംബിനിമാരെ അരുത്, നിങ്ങൾക്കിത് പാടില്ല, മോക്ഷത്തിന്റെ മാർഗമില്ലെന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിമൻസ് ആൻഡ് ഗേൾസ് മൂവ്മെന്റ് MGM ഈ മോക്ഷത്തിന് വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങൾക്കിടയിൽ കേരള നേതൃത്വ മുജാഹിദീനും ഈ 4 സംഘടനകൾക്കും ദീനിയായ രംഗത്തുള്ള ആധികാരികമായ നേതൃത്വം നൽകിക്കൊണ്ട് കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന ആധികാരികമായ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിലെ നാഴികക്കല്ലായിരുന്ന ആദ്യത്തെ മതപണ്ഡിത സംഘടനയായ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന KJU എല്ലാത്തിനും ആ രൂപത്തിലുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടും ഇവിടെ നിലനിൽക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഇതിനെ അടുത്തറിയണം. സംസ്കാരമുള്ളവരായി മാറണം. ധാർമ്മിക രംഗം ശുദ്ധീകരിക്കപ്പെടണം. ഒരിക്കലും അന്യന്റേതായ നഗ്നതയിലേക്ക് എത്തി നോക്കാൻ മനസ്സുള്ള തലമുറകളായി വളരരുത്. നമ്മുടെ കുട്ടികൾ പിഴച്ചുകൂടാ, നമ്മുടെ ഭാര്യമാര് വഴിതെറ്റിക്കൂടാ, നമ്മുടെ മക്കൾ പിഴച്ചുകൂടാ, നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം വളർന്നുകൂടാ, മോശത്തരങ്ങൾ വളർന്നുകൂടാ. തടയിടേണ്ടത് മുഷ്ടി ചുരുട്ടിക്കൊണ്ടല്ല, അധികാരം കൊണ്ടല്ല,